നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാര്യങ്ങളാകെ മാറിമറിയുന്നു. ഇറാൻ ആണവായുധ ശക്തിയായി മാറുന്നു. അമേരിക്കയെയും ഇസ്രയേലിനെയും വിറപ്പിച്ച് പശ്ചിമേഷ്യയിലെ വൻ ശക്തിയായി ഇറാൻ മാറുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഇതിനുള്ള പ്രധാന കാരണം ഇറാന്റെ ആണവ ശക്തിയാണ്. ഇറാനിൽ ഭൂമിക്കടിയിൽ നിരവധി ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഒരുപോലെയാണ് ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനുമായുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ നിന്ന് ഒഴിവായി നിൽക്കാനാണ് ഇപ്പോൾ ഇസ്രയേൽ ശ്രമിക്കുന്നതും. ആണവോർജ്ജത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇറാനെതിരെ ഒരു പ്രമേയം പാസാക്കിയെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അമേരിക്ക. എന്നാൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയാൽ കനത്ത വില തന്നെ നൽകേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ രാജ്യങ്ങൾ ഇപ്പോൾ ഭീതിയുടെ നിഴലിലാണ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി രാജ്യത്തെ വിമർശിക്കുന്ന പ്രമേയം പാസാക്കുകയാണെങ്കിൽ ഇറാന്റെ ആണവ പദ്ധതി വിപുലീകരിക്കും എന്ന മുന്നറിയിപ്പുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി രംഗത്തു വന്നതോടെയാണ് ഇപ്പോൾ ആണവോർജ്ജം സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾ പൊന്തിവന്നത്. ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിൽ ഇറാൻ UN അറ്റോമിക് വാച്ച് ഡോഗുമായി സഹകരിക്കാമെന്നും ആണവ പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ് എന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചതായാണ് വിവരം. എന്നാൽ ആണവോർജ്ജ ഏജൻസി മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ അതിജീവിച്ച് തങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രമേ ഇത്തരമൊരു നിലപാടിൽ എത്തൂ എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചതായാണ് വിവരം. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നുവെന്ന് കണ്ടാൽ ഇറാൻ ആണവ പദ്ധതി ശക്തമാക്കുമെന്നാണ് സൂചന. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങി ഒരു പ്രമേയം പാസാക്കുകയാണെങ്കിൽ അത് ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ബന്ധത്തെ തന്നെ നശിപ്പിച്ചേക്കാനാണ് സാധ്യത. ഇറാന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക, മറ്റു പ്രധാന രാജ്യങ്ങൾ എന്നിവയുമായുള്ള ആണവ കരാർ ചർച്ചകളിൽ മിതത്വം നേടിയെടുക്കാനുള്ള തന്ത്രമായിരിക്കാം എന്നാണ് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞരുടെ അനുമാനം. ഇതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിന് തന്നെ ഭീഷണിയാകുന്നു എന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. UN സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങളായ ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ, US, റഷ്യ എന്നിവരും ജർമ്മനി ഉൾപ്പെടെ മറ്റ് യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളുമായി നടത്തിയ ചർച്ചകൾക്കുള്ളിൽ സ്ഥിരപ്പെടുത്തിയ ഇറാൻ ആണവ കരാറിന്റെ ലംഘനമാണ് ഇതെന്ന് ഇസ്രയേൽ പറയുന്നു. എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം തികച്ചും പ്രൊഫഷണലായിരിക്കും എന്നാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത്. ഏജൻസി ഒരു സാങ്കേതിക സ്ഥാപനം മാത്രമാണ്. സാങ്കേതിക മേഖലയിൽ അതിന്റെ ചുമതലകൾ നിറവേറ്റണം. രാഷ്ട്രീയത്തിന് അതീതമായോ പ്രമുഖ രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്കോ അനുസൃതമായി ഏജൻസി പ്രവർത്തിക്കരുത് എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തങ്ങൾക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയാൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പിൽ എടുത്തു പറയുന്നു. തങ്ങൾക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും ഇറാൻ അറിയിച്ചു. തങ്ങളുടെ ആണവ പദ്ധതിക്കെതിരെ നിലകൊള്ളുകയാണെങ്കിൽ ആ രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പുതിയ നടപടികളാണ് ഇനി സ്വീകരിക്കുക എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഇറാനും ലോകശക്തികളും തമ്മിലുള്ള 2015 ആണവ കരാർ ഉപരോധത്തിൽ ഇളവുകൾ നൽകുന്നതിന് പകരമായി പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുകയാണ് ചെയ്തത്. എന്നിരുന്നാലും 2015 കരാർ തങ്ങൾ പുനരാലോചിക്കാൻ തയ്യാറാണ് എന്നും ഇറാൻ അറിയിച്ചു എന്നാണ് വിവരം. ഇതേസമയം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിർമ്മാണത്തിനുള്ള ശ്രമമായാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇറാന്റെ ആണവ സൈറ്റുകൾക്കെതിരെ പ്രമേയം പാസാക്കുകയാണെങ്കിൽ ഇറാൻ ശക്തമായ പ്രതികാര നടപടികൾ എടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. രാജ്യത്തിനെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ ഇറാൻ ശക്തമായ പ്രതികാരത്തിന് തുനിയും. ഇതേസമയം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ നിലവാരം ആയുധവൽക്കരണത്തിന് ആവശ്യമായ പരിധിക്ക് അടുത്തെത്തി നിൽക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയ്ക്ക് കാരണമാണെന്ന് IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി പറയുന്നു. ഇറാന്റെ ഇത്തരത്തിലുള്ള നിലപാട് ലോകത്തിന് തന്നെ ഭീഷണി സൃഷ്ടിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇറാന്റെ ആണവ സൈറ്റുകൾക്ക് നേരെയുള്ള ചെറുതോ വലുതോ ആയ ആക്രമണങ്ങൾ ഗുരുതരമായ റേഡിയോളജിക്കൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അത് മധ്യേഷ്യയിലെ സമാധാനത്തിനും ജനജീവിതത്തിനും വലിയ വെല്ലുവിളി ഉയർത്തുമെന്നും ഗ്രോസി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്.
2015 ആണവ കരാറിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിൻവലിഞ്ഞതിനു ശേഷം ഇറാൻ ആണവ പദ്ധതിയിൽ കാര്യമായ പുരോഗതി തന്നെയാണ് കൈവരിച്ചിട്ടുള്ളത്. 60% സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേയൊരു ആണവ ഇതര രാജ്യമാണ് ഇറാൻ. കൂടാതെ 3 ബോംബുകളെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ ആയുധ നിലവാരമുള്ള ആണവ ഇന്ധനം ഇറാന്റെ കൈവശമുണ്ട് എന്നതും അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നതു തന്നെയാണ്. നിരവധി ചർച്ചകളും ഊഹാപോഹങ്ങളും തുടരുന്ന ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി രാജ്യാന്തര സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദു തന്നെയാണ്. ആണവായുധ വികസനത്തിന് ഇറാൻ എത്രമാത്രം സ്വാധീനിക്കും എന്നതിലാണ് ചർച്ചകൾ ഏറെയുമുള്ളത്. അത്രയേറെ രഹസ്യാത്മകമായാണ് അവരുടെ ഓരോ പ്രവൃത്തികളും. ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് ഇറാൻ വാദിക്കുന്നത്. പക്ഷേ ആണവ കേന്ദ്രങ്ങളുടെ സ്ഥാനവും സ്വഭാവവും പാശ്ചാത്യ രാജ്യങ്ങളെ ഒരുപോലെ തന്നെ ഭീതിയിലാക്കുകയാണ് ചെയ്യുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.